السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. قال الله تعالى في القرآن الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر. صدق الله العظيم. وقال أيضا: إن الإنسان لربه لكنود. وقال صلى الله عليه وسلم: الكيس من دان نفسه وعمل لما بعد الموت. صدق رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم. ഏറ്റവും ബഹുമാനാദരവ് തെളിഞ്ഞ സയ്യിദുകളെ, മറ്റു സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, അറിവിന്റെ പുലരിയിലേക്ക് എന്ന മഹത്തായ ഗ്രൂപ്പിലുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യട്ടെ. ഒന്നുപോയ എല്ലാ സകലമാന അപരാധങ്ങളും സർവശക്തനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് ചെയ്തു തരട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിന്റെ താഴത്തിലായി ജീവിക്കാൻ അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. നമ്മളുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫാഇനെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉപ്പ ഉമ്മമാർ, വേണ്ടപ്പെട്ടവർ, ഈ ഉള്ളവന്റെ പിതാവടക്കം എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ വഴിയെ നമ്മളും സഞ്ചരിക്കുമ്പോൾ അള്ളാഹു തആല അവന്റെ മഹ്ൽ ഫദ്ൽ കൊണ്ട് നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ആയുസ്സുകൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ നസീഹത്തിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ ബാക്കിയുള്ളത് എത്രയാണ്, കഴിഞ്ഞു പോയത് എത്രയാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും അറിയാത്ത അവസ്ഥയാണ്. അവധിയെത്തി കഴിഞ്ഞാൽ ലാ യസ്തഅഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ എന്നാണ്. ഒരു സെക്കൻഡ് പോലും ജല്ല ജലാലായ അള്ളാഹു നമ്മെ പിന്തിപ്പിച്ചു വിടില്ല. നേരത്തെ അള്ളാഹു കൊണ്ടുപോവുകയുമില്ല. ഈ സമയത്ത് പരിശുദ്ധമായ മുഹറമിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ആയുസിന്റെ ഏടുകളിൽ നിന്ന് ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മപരിശോധന, എന്ത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പിന്നോട്ടുള്ളൊരു ചിന്ത നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ ഈമാനിന്റെ ഏറ്റക്കുറച്ചിലുകളെ മനസ്സിലാക്കി ഹൃദയത്തെ നന്നാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. മദീനയിലൂടെ നടന്നു പോകുമ്പോൾ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
മഹാനാകുന്ന സഹാബി വര്യർ ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. ഹൻദല റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത് മദീനയുടെ തെരുവിലൂടെ പൊട്ടിക്കരഞ്ഞു ഓടുകയാണ് മഹാനാകുന്ന ഹൻദല. ആ കരച്ചിലിടയിൽ ഇടവിട്ട് തേങ്ങി തേങ്ങി കരയുന്നുണ്ട് സയ്യിദുന ഹൻദല റളിയല്ലാഹു അൻഹു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. അതായത് നാഫഖ ഹൻദല, നാഫഖ ഹൻദല, നാഫഖ ഹൻദല. ഹൻദല മുനാഫിഖായിട്ടുണ്ടേ, ഹൻദല മുനാഫിഖാണേ, ഹൻദല മുനാഫിഖാണ് എന്ന് ആ മദീനയുടെ പ്രവിശ്യകളിലൂടെ ഉറക്കെ തേങ്ങി കരച്ചിലിനിടയിൽ, വാവിട്ട് കരച്ചിലിനിടയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഓടുന്നുണ്ട് മഹാനാകുന്ന ഹൻദല റളിയല്ലാഹു അൻഹു. ഹൻദല മുനാഫിഖാണ്, ഹൻദല ഒരു കപട വിശ്വാസിയാണ്. ഈ രംഗം കാണുന്നുണ്ട് സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്ഭുതപ്പെട്ടുകൊണ്ട് മഹാനാകുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻദല റളിയല്ലാഹു അൻഹുവിനെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് ഹൻദലയോട് ചോദിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ്, ഹൻദല, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ പറയുന്നത്? ഹൻദല മുനാഫിഖാണ് എന്നാണോ നിങ്ങൾ വിളിച്ചു പറയുന്നത്? മുനാഫിഖീങ്ങൾ, ഇന്നൽ മുനാഫിഖീന കാനൂ ഫിദ്ദർക്കിൽ അസ്ഫൽ. ഹൻദല, നിങ്ങൾ മുനാഫിഖാണ് എന്നാണോ വിളിച്ചു പറയുന്നത്? ആ സമയത്ത് ഹൻദല പറയുന്നുണ്ട്, അതേ സിദ്ദീഖ് തങ്ങളെ, ഹൻദല എന്ന ഞാൻ മുനാഫിഖാണ്. എന്തേ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ഹൻദല റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് സിദ്ദീഖ് തങ്ങളോട് ഹൻദല റളിയല്ലാഹു അൻഹു പറയുന്നത്, മദീനയുടെ പള്ളിയിൽ മുസ്തഫ നബിയുടെ കൂടെ നമ്മൾ ഇരിക്കുമ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗം നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ സ്വർഗത്തിനു വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യാൻ മനസ്സ് കൊതിക്കും. നരകം നമ്മുടെ കൺമുന്നിൽ കാണുന്നത് പോലെ നമുക്ക് തോന്നും. അത്രമാത്രം നമ്മുടെ ഈമാനിൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മുസ്തഫ നബിയുടെ ഈ മദീനയുടെ മസ്ജിദുൻ നബവിയിൽ വന്ന് ഹബീബിന്റെ ആ നാവുകളിൽ നിന്ന് ഉരുവിടുന്ന ഈമാനിന്റെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സിദ്ദീഖ് തങ്ങളെ, ഈ മസ്ജിദുൻ നബവിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോയാൽ, അല്ലെങ്കിൽ മറ്റുള്ളിടത്തേക്ക് പോയാൽ, നമ്മുടെ ശ്രദ്ധകൾ മുഴുവനും നമ്മുടെ ഭാര്യമാരുടെയും മക്കളുടെയും കച്ചവടത്തിന്റെയും കൃഷിയിടങ്ങളിലെയും കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ വീടുകളിലേക്ക്, കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, കൃഷിയിടങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മുടെ സ്വർഗത്തെക്കുറിച്ചുള്ള, നരകത്തെക്കുറിച്ചുള്ള ചിന്തയും പേടിയും നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. പള്ളിയിലുള്ള ആത്മീയമായ മനോഭാവം വീണ്ടെടുക്കാൻ വീടുകളിലേക്ക് പുറത്തേക്കെത്തിയാൽ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ എന്റെ ഹൃദയം കാപട്യമുള്ള ഹൃദയമല്ലേ? എന്റെ ഹൃദയം നിഫാഖുള്ള ഹൃദയമല്ലേ? ആ ഹൃദയത്തിന്റെ ഉടമയായ ഹൻദല മുനാഫിഖാണ്. ഇത് കേട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈമാനുള്ള മനുഷ്യൻ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ ഒരു തട്ടിലും, മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലും, ലോകത്തുള്ള സകലമാന മുഅ്മിനീങ്ങളുടെ ഈമാൻ മറുതട്ടിലും തൂക്കിയാൽ എന്റെ സിദ്ദീഖിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് പറഞ്ഞ മഹാനാകുന്ന റസൂലുള്ളാഹി ആരെക്കുറിച്ചാണോ പറഞ്ഞത് അത് സിദ്ദീഖ് തങ്ങളെ കുറിച്ച് മാത്രമാണ്. ആ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹ് ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ. അല്ലാഹുവേ സത്യം, എനിക്കും ഇത് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഞാനും മുനാഫിഖാണല്ലോ. ഹൻദല, നിങ്ങൾ പറയുന്നത് പോലെ ഞാനും മുനാഫിഖാണ്. കാരണം മുസ്തഫ നബിയുടെ മജ്ലിസിൽ, സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ, മുസ്തഫ നബിയുടെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന് എന്തൊരാനന്ദമാണ്, എന്തൊരു വർധനമാണ്, എന്തൊരു സായുജ്യമാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ
നമ്മുടെ ഈമാൻ ശോഷണം സംഭവിച്ചു പോവുകയാണ്. എത്രമാത്രം വിനയത്തോടെയാണ് അവർ തങ്ങളുടെ ഹൃദയങ്ങളെ ആത്മപരിശോധന നടത്തിയത്. ലോകത്ത് ഇനി അമ്പിയാക്കൾക്ക് ശേഷം സിദ്ദീഖിനെ പോലെ മഹാനായ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ആ സിദ്ദീഖല്ലേ പറഞ്ഞത്, ഫവല്ലാഹി ഇന്നാ ലനൽഖാ മിസ്ല ഹാദാ, ഞാനും അങ്ങനെ തന്നെയാണ്. അവരുടെ ആത്മപരിശോധന എങ്ങനെയാണ്? വർഷങ്ങൾ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. ഈ കഴിഞ്ഞു പോയ കാലം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കഴിഞ്ഞു പോയ കാലം നമ്മൾ എന്തിനാ വിനിയോഗിച്ചത്? ഇരുവനാനുള്ള കാലം എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്നുള്ള ആലോചന നമുക്ക് വേണ്ടതില്ലേ? അല്ലാഹു തആല നമ്മുടെ ഖൽബ് തുറന്നു തരുമാറാകട്ടെ. ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വർത്തമാനമുണ്ട്. ഹംദല റളിയല്ലാഹു അൻഹു മുനാഫിഖായി എന്ന് പറഞ്ഞത്, അവർ സ്വന്തം വീടുകളിലേക്ക് പോയപ്പോൾ ഭാര്യ മക്കളോടുകൂടെ സംസാരിച്ചപ്പോഴാണ്, അല്ലാതെ തിയേറ്ററുകളിൽ പോയിട്ടല്ല, അല്ലാതെ രാത്രി ഉറക്കൊഴിഞ്ഞ് ഫിഫ വേൾഡ് കപ്പ് കാണാൻ പോയിട്ടല്ല അവരുടെ ഈമാനിന് കുറവ് സംഭവിച്ചോ എന്നവർക്ക് തോന്നിയത്. ഭാര്യമാർക്കിടയിലേക്ക് പോയാൽ അവരുമായിട്ടുള്ള വർത്താനത്തിൽ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോയാൽ ആ കാര്യവുമായി ശുഗലാകുമ്പോൾ അള്ളാഹുവിന്റെ സ്വർഗത്തിനെ കുറിച്ചും നരകത്തിനെ കുറിച്ചും പേടിയും ചിന്തയും നഷ്ടപ്പെട്ടു പോകുമോ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന വേപ്പാടിൽ നിന്നാണ്. അവരുടെ ആത്മപരിശോധന എങ്ങനെയാണ്? ആലോചിക്കണേ മുഅ്മിനേ. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഓരോ ദിവസവും ഈമാനിനെ ഓഡിറ്റ് ചെയ്യുക, ഈമാനിനൊന്ന് പുതുക്കി നോക്കുക. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ എങ്ങനെയാണ് സമയം കഴിച്ചു കൂട്ടിയത്? അല്ലാഹു തആല നമ്മുടെ ഖൽബ് തുറന്നു തരുമാറാകട്ടെ. ആലോചിക്കണം, നമ്മൾ 1448 ഹിജ്രി വർഷത്തിലേക്ക് കടന്നു. മുഹറമിലാണ്. എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആലോചന നമുക്ക് വേണ്ടതുണ്ട്. മനുഷ്യൻ പാപ്പരാകുന്ന അവസ്ഥ കടന്നു വരാനുണ്ട്. പരലോകത്ത് നാളെ കിതാബ് നൽകപ്പെടുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ വരാനുണ്ട്. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقول يا ويلتى يا ليت ويقول വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, കിതാബ് നൽകപ്പെടുമ്പോൾ ആ കിതാബിൽ കാണപ്പെടുന്ന, കിതാബ് നോക്കുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചോദിക്കുന്നുണ്ട്, ഹബീബിനോട് ചോദിക്കുന്നുണ്ട്. ഹബീബ് ചോദിക്കുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തീർച്ചയായും റസൂലുള്ള ചോദിച്ചു, അതദറൂന മൽ മുഫ്ലിസ്, സഹാബത്തെ നിങ്ങൾക്കറിയുമോ നിങ്ങളിൽ ആരാണ് മുഫ്ലിസ് എന്ന്, പാപ്പരായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? ഖാലൂ, സഹാബത്ത് പറയുന്നുണ്ട്, അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, ഞങ്ങൾക്കിടയിൽ പണമോ മറ്റു സാധനങ്ങളോ വിഭവങ്ങളോ ഇല്ലാത്തവനാണ് പാപ്പരായവൻ. ചോദ്യം ഇതാണ്, മനിൽ മുഫ്ലിസ്, ആരാണ് സ്വഹാബത്തെ മുഫ്ലിസ്, പാപ്പരായവൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ഹബീബിനോട് തിരിച്ചു കൊടുക്കുന്ന മറുപടി, സമ്പത്തില്ലാത്തവനാണ് നബിയെ പാപ്പരായവൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചവരോട് മറുപടി പറയുന്നുണ്ട്, ഫഖാല ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസിയാമിൻ വസകാ, എന്റെ സമുദായത്തിലെ പാപ്പനായവൻ അന്ത്യനാളിൽ നിസ്കാരവും നോമ്പും സക്കാത്തുമായി വരുന്നവനാണ്. എന്നാൽ അവൻ ഒരാളെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും. വയഅതി ഖദ് ശതമ ഹാദാ വഖദഫ ഹാദാ വഅകല മാല ഹാദാ വസഫക ദമ ഹാദാ വളറബ ഹാദാ.
നാളെ മഹ്ശറയിലേക്ക് വരുമ്പോ നോമ്പ് ഉണ്ടാകും. നോമ്പ് നോറ്റവനായി, സക്കാത്ത് കൊടുത്തവനായി, എല്ലാമുമായി വരുന്നവനാണ്. പക്ഷേ അവനൊരാളെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും, മറ്റൊരാളെ അപവാദം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരാളെ ധനം അന്യായമായി കട്ടെടുത്തിട്ടുണ്ട്, മറ്റൊരാളെ മർദ്ദിച്ചിട്ടുണ്ട്, മറ്റൊരാളെ നന്മകളിൽ നിന്ന് അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ റസൂൽ പഠിപ്പിച്ചു തരികയാണ്, فيعطى هذا من حسناته وهذا من حسناته فإن فنيت حسناته. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അപ്പോൾ അവന്റെ നന്മകളിൽ നിന്ന് ഓരോരുത്തർക്കും വീതിച്ച് നൽകപ്പെടും. ചീത്ത പറഞ്ഞവനിക്ക് ഇതാ ഇന്ന നിസ്കാരം, ഇതാ വർദ്ധിച്ചവർക്കിതാ ഇന്ന നോമ്പിന്റെ പ്രതിഫലം, ഇതാ. അങ്ങനെ ഓരോരുത്തർ വന്ന് ഇവരെ കുറിച്ച് പരാതി പറയുമ്പോ ഇവരുടെ ഓരോ നന്മകളും ആ ആളുകൾക്ക് വീതിച്ച് നൽകപ്പെടുകയാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അങ്ങനെ അവന്റെ ബാധ്യതകൾ തീരുന്നതിന്റെ മുമ്പ് അവന്റെ നന്മകൾ തീർന്നു പോയാൽ പിന്നെ മറ്റുള്ളവരുടെ പാപങ്ങൾ എടുത്ത് ഇവന്റെ തിന്മയുടെ ഏടിലേക്ക് അല്ലാഹു വെച്ചു കൊടുക്കപ്പെടും. സഹീഹ് മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. പറഞ്ഞത് മുസ്തഫായ റസൂലുള്ളാഹിയാണ്. ആത്മപരിശോധനയുടെ കാലം കടന്നുപോയിട്ടില്ല, സമയം അവസാനിച്ചിട്ടില്ല. ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, ആ പ്രയാസപ്പെടുത്തിയവരോട് പൊരുത്തപ്പെടിയിച്ച് ഒരാത്മപരിശോധന നടത്തി ജീവിതം ധന്യമാക്കാൻ ശ്രമിക്കണേ. മുസ്തഫായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസുണ്ട്. ആരാണ് ഏറ്റവും നല്ല ബുദ്ധിമാൻ, യഥാർത്ഥ ബുദ്ധിമാൻ ആരാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അൽ കയ്യിസു ബുദ്ധിമാൻ, മൻ ഒരാളാണ്, ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, സ്വന്തം ശരീരത്തെ വിചാരണ നടത്തപ്പെടുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. ബുദ്ധിമാൻ അവനാണ്. എന്നാൽ വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. എന്നാൽ ഏറ്റവും വലിയ വിഡ്ഢി, ദുർബലൻ, സ്വന്തം ശരീരത്തെ തന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും എന്നാൽ അള്ളാഹുവിൽ വൃഥാമോഹങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നവനാണ്. അള്ളാഹുവിൽ വല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, ഓനോന്റെ വഴിക്ക് പോവുക, എന്നെ പടച്ചോനൊക്കെ ശരിയാക്കി കോളും. പ്രതീക്ഷ മാത്രമാണ്, അള്ളാഹുവിനെ കുറിച്ച് പേടിയില്ല, ഓർമ്മയില്ല. തിരിച്ചു വരട്ടെ, ആത്മപരിശോധന അനിവാര്യമാണ്, ആത്മപരിശോധന നിർബന്ധമാണ്. വരാൻ പോകുന്ന ലോകത്തെ കുറിച്ചുള്ള ബോധ്യം അനിവാര്യമാണ്. ആ സമയത്തേക്ക് പോകുന്ന സമയത്ത് എന്താണ് കൊണ്ടുപോകാൻ ബാക്കിയുള്ളത്? ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്ന വർത്തമാനമാണ്. ഹസിബൂ ഖബ്ല അൻ തുഹാസബൂ. വിചാരണ ചെയ്യപ്പെടുന്നതിന്റെ മുമ്പ് ഒന്ന് സ്വയം വിചാരണ ചെയ്യണേ. നാളെ മഹ്ശറയിലേക്ക് എന്നെ കൊണ്ടുവരുമ്പോ എന്റെ കയ്യിൽ ബാക്കിയുള്ളത് എന്താണ്? നാളെ അവിടെ എന്നെ രക്ഷപ്പെടുത്താനുള്ളത് എന്താണ്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയുടെ പ്രവിശ്യയിലൂടെ രാത്രി നടന്നു പോകുന്ന സമയമാണ്. മദീനയുടെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണകാലത്തിന്റെ വർത്തമാനം. ഒരു ദിവസം രാത്രി മദീനയുടെ തന്റെ പ്രജകളുടെ വർത്തമാനം അറിയാൻ ആരും അറിയാതെ പാതിരാത്രി എണീറ്റ് നടക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആരെങ്കിലും വിശന്ന് കഴിയുന്നുണ്ടോ, ആരെങ്കിലും പ്രയാസപ്പെടുന്നുണ്ടോ എന്നറിയാൻ തന്റെ മുഖം മറച്ച് തന്നെ ആരും അറിയരുതേ എന്ന് വിചാരിച്ച് മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ നടക്കുന്ന ഒരു രാത്രിയുടെ വർത്തമാനം. ഒരു വീട്ടിൽ നിന്ന് വിശന്ന് കരയുന്ന കുട്ടികളെ ഉറക്കാൻ വേണ്ടി അടുപ്പിലേക്ക് പാത്രം വെച്ച് ആ പാത്രത്തിൽ ഇട്ട് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആ വീട്ടിലില്ലാത്തതിന്റെ പേരിൽ ആ വീട്ടിലെ ആ അടുപ്പിലെ ചെമ്പിലേക്ക്, പാത്രത്തിലേക്ക് ചരൽ കല്ലുകൾ ഇട്ടുകൊണ്ട്
ആ ചരൽക്കല്ല് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടാലെങ്കിലും തന്റെ മക്കൾ അങ്ങനെ വിശന്ന് വിശന്ന് ഉറങ്ങിപ്പോകുമല്ലോ എന്ന് വിചാരിച്ച്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്ന് ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ആ രാത്രി ആ വീട്ടിലെ സ്ത്രീ അങ്ങനെ ആ കുട്ടികളെ കരച്ചിൽ അടക്കാനുള്ള ശ്രമത്തിലാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാവപ്പെട്ട ഉമ്മയുടെ അവസ്ഥ കാണുന്നത്. ഇത് കണ്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വേഗം ബൈത്തുൽ മാലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ബൈത്തുൽ മാലിൽ നിന്ന് ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ ഒരു വലിയ ചാക്കിൽ നിറക്കുകയാണ്. ആ ചാക്കിൽ കെട്ടിയിട്ട് തന്റെ ചുമലിലേക്ക് എടുത്തു വെക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ച് ബൈത്തുൽ മാലിൽ നിന്ന് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് നടന്നു പോകാൻ ഒരുങ്ങുമ്പോഴാണ് തന്റെ വൃത്യൻ അടിമയായ ആ അസ്ലം എന്ന് പറയുന്ന തന്റെ അടിമ, ആ ഭൃത്യൻ അത് ചുമക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന സമയത്ത് ചരിത്രം രേഖപ്പെടുത്തി വെച്ച ആ വലിയ മറുപടി ഉമറുൽ ഖത്താബ് തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ഉമർ തങ്ങളോട് ആ അടിമ വന്ന് പറയുന്നുണ്ട്, ഞാൻ ചുമന്നുകൊള്ളാം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അതഹ്മിലു അന്നീ വിസ്രി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ പാപഭാരം നീ ചുമക്കുമോ അസ്ലമേ? ഇല്ല, അത് ഞാൻ തന്നെ ചുമക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഈ ഭാരവും ഞാൻ ചുമക്കാം. നാളെ എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. ആരാണ് ഉമർ? ഉമറും ഫിൽ ജന്ന, ഉമർ സ്വർഗത്തിലാണ്. മുസ്തഫ നബിയുടെ അതരങ്ങളിലൂടെ പുലർന്നു വന്ന വർത്തമാനമല്ലേ? ഉമർ സ്വർഗത്തിലാണ്. അശറത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ആളല്ലേ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ലൗ കാന നബിയ്യുൻ ബഅദീ ലകാന ഉമറു, എന്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ഈ ആത്മപരിശോധന നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകേണ്ട നമ്മൾ, പരിശുദ്ധമായ മുഹറമിലേക്ക് പുതുവർഷത്തിലേക്ക് കടന്നു വന്ന നമ്മൾ ആത്മപരിശോധനയിലൂടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാനുള്ള ബുദ്ധിയും ബോധവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഈ ഉള്ളവന്റെ പിതാവടക്കം ഉപ്പയടക്കം അള്ളാഹുവെ നീ മഗ്ഫിറത്ത് റഹ്മത്ത് കൊടുക്കണേ റബ്ബേ. ആ വഴിയെ നമ്മളും പോകാനുള്ളതാണ്. അള്ളാഹു നമ്മുടെ മരണങ്ങളൊക്കെ ആഖിബത്തൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, പ്രത്യേകിച്ച് ഉപ്പാക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.